ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. നമുക്ക് ഇന്നൊരു പുതിയ കവിത പഠിക്കാം. നഗരത്തിൽ ഒരു യക്ഷൻ. ആട്ടൂർ രവിവർമ്മയുടെ ഒരു കവിതയാണ്. മലയാളത്തിലെ പ്രശസ്തനായ കവിയും വിവർത്തകനുമായിരുന്നു ആട്ടൂർ രവിവർമ്മ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കവിത ആട്ടൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 1, ആട്ടൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 2. തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് നോവലുകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. പുളിമരത്തിൻ്റെ കഥ, നാളെ മറ്റൊരു നാൾ മാത്രം, രണ്ടാം യാമങ്ങളുടെ കഥ എന്നിവ. തമിഴ് കവിതകളായിട്ടുള്ള പുതുനാനൂറ്, ഭക്തികാവ്യം എന്നിവ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ പ്രധാന കഥാപാത്രമായി വരുന്നത് കവി തന്നെയാണ്. യക്ഷൻ എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ 10 ഉപദേവതാ വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് യക്ഷൻ. രാമഗിരി ആശ്രമത്തിൽ പ്രിയതമയെ പിരിഞ്ഞ് വിരഹാർത്തനായിരിക്കുന്ന യക്ഷനാണ് കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ നായകൻ. സ്നേഹിക്കുന്നവർ തമ്മിൽ അകന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷാദ വിരഹ ചിന്തകളും പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് വിപ്രലംബ ശൃംഗാരത്തിൽ വരുന്നത്. ഇതിൻ്റെ മനോഹരമായ ഉദാഹരണമായിരുന്നു കാളിദാസൻ്റെ മേഘസന്ദേശം. ദൂരെയുള്ള നഗരത്തിലേക്ക് തൊഴിൽ സംബന്ധമായി പോകേണ്ടി വരുന്ന കവി ഇവിടെ സ്വയം യക്ഷനായി സങ്കല്പിച്ച് രചിച്ച കവിതയാണ് നഗരത്തിൽ ഒരു യക്ഷൻ. വിവാഹത്തിന് മുമ്പുണ്ടായിരുന്ന പ്രണയകാലത്ത് പ്രണയിനിയിൽ ഭംഗികൾ കണ്ടെത്തിയതും വിവാഹത്തിന് ശേഷം ആ ഭംഗികൾ ഓരോന്നായി മാഞ്ഞു പോയതും വീണ്ടും ഭാര്യയിൽ നിന്ന് അകന്നിരിക്കുന്ന സമയത്ത് അവ ഓരോന്നായി ഓർമ്മയിൽ വരുന്നതും വളരെ ആകർഷകമായിട്ട് ആട്ടൂർ രവിവർമ്മ ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീയണിയാറുള്ള ഭംഗികൾക്കൊക്കെയും എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. വിവാഹപൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെടുന്നതോർത്ത് വേദനിക്കുന്ന നായക പക്ഷത്ത് നിന്നാണ് കവിത ആരംഭിക്കുന്നത്. വേനലിൽ വരളുകയും മഞ്ഞുകാലത്ത് ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചുണ്ടുകൾ ഈ ബാഹ്യ സൗന്ദര്യ നഷ്ടത്തിൻ്റെ പ്രതീകമാണ്. വേനലിൽ വരളുകയും മഞ്ഞുകാലത്ത് ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ചുണ്ടുകൾ ഈ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ നഷ്ടത്തിൻ്റെ പ്രതീകങ്ങളാണ്. പേന മരിച്ചു കിടപ്പു നിൻ തങ്കിൻ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. എഴുത്തിലൂടെയോ വാചികമായോ ഉള്ള ആശയവിനിമയം കുറഞ്ഞിരിക്കുന്നു. ഭിത്തിയിൽ തൂക്കിയിട്ട വിവാഹ ഫോട്ടോ തങ്ങൾ വളരെ നിഷ്കർഷയോടെ എടുത്തതായിരുന്നു എന്നും നായകൻ കൗതുകത്തോടെ ഓർക്കുന്നു. എന്തിനായിരുന്നു അന്ന് അത്രയേറെ നിഷ്കർഷ കാണിച്ചത് എന്ന ചോദ്യം ഇപ്പോഴും ഉള്ളിൽ ബാക്കിയാണ്. ഇന്ന് ആ ചിത്രം തളത്തിലെ ഭിത്തിയിലുള്ള അനേകം ചിത്രങ്ങളിൽ ഒന്നു മാത്രമാണ്. ദാമ്പത്യത്തിൻ്റെ പുതുമകൾ നഷ്ടപ്പെടുന്നതും അത് പഴകി സർവ്വസാധാരണമായ ഒന്നായി മാറുന്നതും വരികളിൽ വായിച്ചെടുക്കാൻ കഴിയും. ജോലിക്ക് മാറ്റം കിട്ടി ദൂരെ നഗരത്തിൽ ജോലി ചെയ്യുകയാണ് കവി. ആ സമയത്ത് ഭാര്യയുടെ അഭാവം അയാളിൽ നഷ്ടബോധമുണ്ടാക്കുന്നു. അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദനയാണ് ആ വേദന തന്നെയാണ് ഇപ്പോൾ ഭാര്യയെ പിരിഞ്ഞിരിക്കുമ്പോഴും തനിക്ക് ഉണ്ടാകുന്നത്. തൻ്റെ ഉള്ളിൽ ഉണ്ടായ വേദനയ്ക്ക് സമാനമായ വേദന ലോഡ്ജിൽ ഒപ്പം കഴിയുന്ന കൂട്ടുകാർക്കുമുണ്ട്. അത് പരസ്യമാക്കാതെ അവർ പത്രവാർത്തകളെ ചൊല്ലി തർക്കിക്കുന്നു. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന സമാന സ്വഭാവമുള്ളതാണ് എന്ന് കവി തിരിച്ചറിയുന്നു. ദൂരെ ജോലിസ്ഥലത്ത് നിന്ന് തൻ്റെ പ്രിയ ഭാര്യയെ ഓർക്കുമ്പോൾ അവൾ കാപ്പി നൽകുമ്പോൾ പറഞ്ഞിരുന്ന ബാല്യകാല നുറുങ്ങുകൾ അദ്ദേഹത്തിലേക്ക് ഓടിയെത്തുന്നു. ബോംബെയിൽ താമസിക്കുന്ന അമ്മായിയുടെ വീമ്പ് പറച്ചിൽ, വീട്ടിൽ വന്ന വിഷുവിൻ്റെ ദൈന്യം, ഭർത്താവ് അറിയാതെ
മാസക്കുറിയിൽ ചേർന്നത് തുടങ്ങിയ കഥകൾ പറയുമ്പോൾ ഭർത്താവ് മൂളിക്കേൾക്കണമെന്നത് അവൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവൾ പിണങ്ങിക്കിടക്കാറുള്ളതും കവി ഓർക്കുന്നു. ആ ദിനങ്ങൾ ഓർക്കുമ്പോൾ മധുവിധു കാലത്തേക്കാളും പ്രിയം അയാൾക്ക് അവളോട് തോന്നുന്നു എന്ന പ്രഖ്യാപനത്തോടെയാണ് കവിത അവസാനിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൻ്റെ മിഴിവുള്ള ചിത്രമാണ് ആറ്റൂരിൻ്റെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. അതിൽ അടുപ്പവും അകൽച്ചയുമുണ്ട്, ഇണക്കവും പിണക്കവുമുണ്ട്. ജീവിതത്തിലെ ഒറ്റപ്പെടലിനെയും മടുപ്പിനെയും നേരിടാൻ സുദൃഢമായ സ്നേഹബന്ധം കൊണ്ടേ കഴിയൂ എന്നൊരു പ്രഖ്യാപനം ആറ്റൂർ ഇവിടെ നടത്തുകയാണ്. അകന്നിരിക്കുമ്പോഴും ഓർമ്മ ചിത്രങ്ങൾ കൊണ്ട് പരസ്പരം താങ്ങും തണലുമായി തീരുന്നു ദമ്പതികൾ ഇവിടെ. ഛിദ്രവും കാലുഷ്യവും നിറഞ്ഞ ആധുനിക ഗൃഹാന്തരീക്ഷത്തിൽ വിളക്കും വെളിച്ചവുമായി തീരുന്നു ഈ കവിത എന്ന് പറയാം. പഠന പ്രവർത്തനങ്ങൾ നോക്കിയാലോ. പേന മരിച്ചു കിടപ്പു നിൻ ട്രങ്കിൻ്റെ മൂലയിൽ. ഇവിടെ ആ പേന മരിച്ചു കിടപ്പു എന്ന് പറയുന്നത് വിരസത ബാധിച്ച ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. ദാമ്പത്യ ജീവിതം വിരസമായി, സംസാരം ഇല്ലാതായിരിക്കുന്നു എന്ന സൂചന നൽകുന്ന കവിതാഭാഗം ഏതാണ്? കൊക്കുകൾ പൂട്ടിയിരിക്കുന്നു നാം, നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന. കവി ഇങ്ങനെ പറയുന്നതിന് കാരണമെന്ത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. മാതൃഭാവത്തിൻ്റെ രണ്ടവസ്ഥകളെ നമുക്കിവിടെ കണ്ടെത്താനാകും. കവിയുടെ അമ്മ മരിച്ച സമയത്ത് അദ്ദേഹം അനുഭവിച്ച അതേ വേദനയാണ് ദൂരെ നഗരത്തിൽ കഴിയുമ്പോൾ ഭാര്യയുടെ അസാന്നിധ്യം അയാളിൽ ഉണ്ടാക്കുന്നത്. അമ്മയോട് കവിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ടതിന് ശേഷം ഭാര്യ മാതൃസ്ഥാനത്തേക്ക് ഉയരുന്നതിൻ്റെയും ഭാര്യയിൽ നിന്ന് ലഭിച്ച കരുതലും സ്നേഹവുമെല്ലാം ഈ വരികളിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന സമാന സ്വഭാവമുള്ളതാണ്. മാഞ്ഞു പുതുമ വിവാഹിതയാം മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും എന്നാണ് കവിത ആരംഭിക്കുന്നത്. പോയ മധുവിധു കാലത്തിനേക്കാളും ഇന്ന് പ്രിയമുണ്ട് എനിക്ക് നിന്നോടോ അവസാനിക്കുന്നത് ഈ വരികളിലും. കുടുംബജീവിതത്തിൻ്റെ പ്രസാദാത്മകമായ ചിത്രം ഈ വരികളിലുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. വിവാഹപൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെടുന്നത് ഓർത്ത് വേദനിക്കുന്ന നായകൻ്റെ ചിന്തകളാണ് ആദ്യ വരികളിൽ സൂചിപ്പിക്കുന്നത്. എഴുത്തിലോ വാചികമായോ ഉള്ള ആശയവിനിമയം പോലും കുറഞ്ഞ അവസ്ഥ. ഭാര്യയുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ നഷ്ടത്തിലുള്ള വേദന കവി ഇവിടെ പങ്കുവയ്ക്കുന്നു. മധുവിധു കാലത്തിനു ശേഷം ജീവിതം യാന്ത്രികമായി തീരുന്നതിൻ്റെ സൂചന ആദ്യ ഭാഗത്ത് കാണാം. എന്നാൽ ജോലി ആവശ്യാർത്ഥം നഗരത്തിലെത്തി ഭാര്യയെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് വിരഹത്തിൻ്റെ വേദനയും സ്നേഹത്തിൻ്റെ പ്രാധാന്യവും അനുഭവിക്കുന്നത്. നഗരത്തിൽ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ഭാര്യയുടെ പ്രാധാന്യം, കുടുംബം, സ്നേഹബന്ധങ്ങളുടെ തീവ്രത എന്നിവയെല്ലാം എന്താണെന്ന് കവി തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് പോയ മധുവിധു കാലത്തേക്കാൾ പ്രിയതമയോട് അദ്ദേഹത്തിന് അടുപ്പം തോന്നുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കവും പിണക്കവും അവതരിപ്പിക്കുന്ന കവിത ആധുനിക ഗൃഹാന്തരീക്ഷത്തിൽ വിളക്കും വെളിച്ചവുമാണ്. ജീവിതത്തിലെ ഒറ്റപ്പെടലിനെയും മടുപ്പിനെയും നേരിടാൻ സുദൃഢമായ സ്നേഹബന്ധങ്ങൾ കൊണ്ടേ കഴിയൂ എന്ന പ്രസാദാത്മകമായ ഒരു കാഴ്ചപ്പാട് ഈ വരികളിൽ അവതരിപ്പിക്കുന്നു. വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല. ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി. തന്നിരിക്കുന്ന വരികളെ പാഠഭാഗവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജി ശങ്കരക്കുറുപ്പിൻ്റെ എൻ്റെ വേളി എന്ന കവിതാഭാഗത്ത് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട മികച്ച ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. വേർപിരിഞ്ഞിരിക്കുമ്പോഴല്ലാതെ സൗന്ദര്യം അതിനെ സമഗ്രവും കുറ്റമറ്റതുമായ രൂപത്തിൽ കാണുവാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമാനമായ ആശയം തന്നെയാണ് ആട്ടൂർ രവിവർമ്മ
നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലും അവതരിപ്പിക്കുന്നത്. വിവാഹപൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗിയും പുതുമയുമെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം വിരസമായി കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് കവിക്ക് നഗരത്തിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുന്നത്. നഗരത്തിൽ കഴിയുമ്പോഴാണ് ഭാര്യയുടെ അഭാവം അയാളിൽ നഷ്ടബോധം ഉണ്ടാക്കുന്നത്. ഭാര്യയുടെ കരുതലും സ്നേഹവും ബന്ധങ്ങളുടെ ഊഷ്മളതയുമെല്ലാം കവി തിരിച്ചറിയുന്നത് അപ്പോഴാണ്. വിരഹം തീർക്കുന്ന വേദനകൾക്കൊപ്പം അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവിൻ്റെ പാഠങ്ങളാണ് ഇരു കവികളും പങ്കുവെക്കുന്നത്. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം കണ്ടെത്തുക. കാളിദാസൻ്റെ മേഘസന്ദേശം എന്ന കാവ്യത്തിലെ നായകനാണ് യക്ഷൻ. കുബേരൻ്റെ ഭൃത്യനായ യക്ഷൻ കൃത്യനിർവഹണത്തിൽ സംഭവിച്ച പിഴവ് മൂലം നാടുകടത്തപ്പെട്ടു. പ്രിയതമയിൽ നിന്ന് വേർപെട്ട് വിരഹദുഃഖത്തിൽ കഴിയുന്ന യക്ഷൻ ആകാശത്ത് കാണുന്ന മേഘത്തോട് തൻ്റെ ഭാര്യയ്ക്കുള്ള സന്ദേശം പറഞ്ഞയക്കുന്നു. ജോലിയിൽ സ്ഥലമാറ്റം ലഭിച്ച് നഗരത്തിലെത്തിയ നായകൻ്റെ വിരഹചിന്തകളാണ് ആറ്റൂരിൻ്റെ നഗരത്തിൽ ഒരു യക്ഷൻ. ഭാര്യയെ പിരിഞ്ഞിരിക്കുന്നതിലുള്ള വേദനകൾ തന്നെയാണ് ഇരു കവികളും അവതരിപ്പിക്കുന്നത്. കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ യക്ഷൻ അനുഭവിക്കുന്ന അതേ മാനസികാവസ്ഥയാണ് നഗരജീവിതത്തിൽ കവിയും അനുഭവിക്കുന്നത്. യക്ഷൻ ഭാര്യയെ പിരിഞ്ഞു ജീവിക്കുന്നു, അതിൽ ദുഃഖിക്കുന്നു. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ കവിയും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തലക്കെട്ട് ഏറ്റവും അനുയോജ്യം. പേന മരിച്ചു കിടപ്പു നിൻ ട്രങ്കിൻ്റെ മൂലയിൽ, കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. വിവാഹത്തിന് മുമ്പേയുള്ള പ്രണയകാലത്തോ വിവാഹം കഴിഞ്ഞ ഉടനെയോ അവർ എഴുത്തിലൂടെ ആശയവിനിമയം ചെയ്തിരുന്നു. പിന്നീട് പേന ഉപയോഗിക്കേണ്ടി വന്നില്ല. വിവാഹം കഴിഞ്ഞ് നാളുകൾ പിന്നിടുമ്പോൾ ദമ്പതികൾക്ക് പരസ്പരമുള്ള ആകർഷണം കുറയുന്നു, സംസാരവും കുറഞ്ഞു വരുന്നു. മരിച്ചു കിടക്കുന്ന പേന എഴുത്തില്ലാത്തത് മൂലം ഉപയോഗശൂന്യമാകുന്നു. എഴുത്ത് നടക്കുന്നില്ലെങ്കിൽ പേന മരിച്ചതിന് തുല്യമാണ്. ദാമ്പത്യത്തെ ബാധിച്ച വിരസതയാണ് ഈ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതുപോലെ പഴയ കാലത്ത് വിവാഹവസ്ത്രം പോലെ സുപ്രധാന വസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ട്രങ്ക് പെട്ടി ഉപയോഗിച്ചിരുന്നത്. തുടരെ തുടരെ കത്തുകൾ എഴുതിയ പേനയും ഇഷ്ടപ്പെട്ട ഓർമ്മയുമാണ് ട്രങ്ക്. അതിലുള്ള വസ്തുക്കളും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. പ്രണയകാലത്ത് കൊക്കുകൾ തുറന്നിരിക്കുന്നത് പ്രധാനമായും സ്നേഹപ്രകടനങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് വേണ്ടിയായിരുന്നു. വിവാഹം കഴിഞ്ഞ് നാളുകൾ പിന്നിടുമ്പോൾ പരസ്പരമുള്ള സംസാരം കുറഞ്ഞു. വിവാഹ ജീവിതത്തിൻ്റെ കൗതുകം നശിച്ചു. അതുകൊണ്ട് കൊക്കുകൾ പൂട്ടിയിരിക്കുന്നു. അകലും തോറും അടുത്തേക്ക് വരാൻ കൊതിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവമാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. അതുപോലെ എൻ കക്കാടിൻ്റെ സഫലമീ യാത്ര, വയലോപ്പിള്ളിയുടെ കണ്ണീർപ്പാടം, ഈ കവിതകളിൽ പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണ് കുടുംബ ബന്ധങ്ങൾ ആർദ്രവും ദൃഢവുമാക്കുന്നത് എന്ന് കവികൾ പ്രഖ്യാപിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഒരു പുതിയ ക്ലാസ്സുമായി കാണും വരെ നമസ്കാരം.